എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മള് ജ്ഞാനം എന്ന ലക്ഷണത്തിന് ലക്ഷ്യത്തിന് വിചാരം എന്ന സാധന ചെയ്യണം എന്ന് ആചാര്യസ്വാമി നമ്മളോട് പറഞ്ഞു. വിചാരം എന്നാൽ പ്രമാണ വ്യാപാരം, അതായത് പ്രമാണത്തെ ഉപയോഗപ്പെടുത്തണം, അതിനെ ഉപയോഗപ്പെടുത്തി വിചാരം ചെയ്യണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞു. പ്രമാണം വേദാന്തമാണ് എന്നും പറഞ്ഞു. അങ്ങനെ ചെയ്താലേ ജ്ഞാനം ലഭിക്കുള്ളൂ, അല്ലാതെ ജ്ഞാന സമ്പാദനത്തിന് വേറെ ഒരു മാർഗവും ഇല്ല എന്ന് വളരെ എന്താ പറയാ ഉറച്ച രീതിയിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ അത് മാത്രമേ ജ്ഞാനത്തിന് വഴിയുള്ളൂ. ജ്ഞാനമാണ് മോക്ഷം. അജ്ഞാനം മാറണം. അജ്ഞാനം മാറണമെങ്കിൽ ഈ വഴിയിൽ കൂടിയേ അജ്ഞാനം മാറുള്ളൂ. അപ്പോൾ ജ്ഞാനം ഉദിക്കും. അപ്പോ വേദാന്തത്തെ ഉപയോഗപ്പെടുത്തണം വിചാരത്തിന് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം എന്താ പറയുന്ന ആചാര്യസ്വാമികൾ നമുക്ക് നോക്കാം. കോഹം കഥമിദം ജാതം കോ വൈ കർത്താസ്യ വിദ്യതേ ഉപാദാനം കിമസ്തീഹ വിചാരസ്സോയമീദൃശ. കോഹം കഥമിദം ജാതം കോ വൈ കർത്താസ്യ വിദ്യതേ ഉപാദാനം കിമസ്തീഹ വിചാരസ്സോയമീദൃശ. എന്താണ് പറയുന്നേ? കോഹം കഥമിദം ജാതം കോ വൈ കർത്താ സ വിദ്യതേ ഉപാദാനം കിമസ്തീഹ വിചാര സോയമീദൃശ. ഇത് 12ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഇനി 12 മുതൽ 16 വരെ വേദാന്തത്തിന്റെ സാരാംശത്തെയാണ് ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരാമാവുന്നത്. 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി വേദാന്ത സാരാംശത്തെ നമുക്ക് പറഞ്ഞു തരും. ഉപനിഷത്തിന്റെ സാരാംശം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, ഉപനിഷത്തിന്റെ സാരാംശം. അതായത് എങ്ങനെ വിചാരം ചെയ്യണം എന്നതിലേക്കാണ് ആചാര്യസ്വാമികൾ നമ്മളെ നയിക്കുന്നത്. വിചാരപ്രകാരം എന്ന് തന്നെ പറയാം. വിചാരപ്രകാരം, വിചാരസ്വരൂപം അങ്ങനെയും പറയാം. വിചാരം ചെയ്യുക എന്നാൽ ആത്മാവിനെ സബ്ജക്റ്റ് മാറ്ററാക്കി അങ്ങനെയുള്ള ഉപനിഷത്തിനെ എടുത്ത് അതിൽ ചോദ്യങ്ങൾ ചോദിച്ച് മനനം ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് അങ്ങനെ വേണം ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ. ഉപനിഷത്തിനെ എടുക്കണം, അതിനകത്ത് ആത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെ വീണ്ടും 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 ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ധാരാളം സംശയങ്ങൾ മനസ്സിൽ വരും. ആ സംശയങ്ങളെ ഗുരുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് അതിനുള്ള മറുപടി ഗുരുവിൽ നിന്ന് നേടണം. അങ്ങനെ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോ എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ള ഒരു വലിയൊരു വിഷയമാണ് ഇവിടെ. നമുക്കറിയാം, എന്തെങ്കിലും പറഞ്ഞ മാതിരി ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പഠിച്ച ആൾക്കാരോട് ഉപനിഷത്ത് കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ സ്വല്പം വേദാന്ത സബ്ജക്റ്റ് തിരിച്ച് വേദാന്തത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ അവരിങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു 90% കർമ്മകാണ്ഡങ്ങളിലുള്ള
ചോദ്യങ്ങളായിരിക്കും. നമുക്കിപ്പോൾ സാധാരണ ഒരു കോമൺ മാനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കോമൺ മാൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഭക്തി വിശ്വാസം അങ്ങനെയൊന്നും ഇല്ലാത്തവരല്ല, ഭക്തിയുണ്ട്, ധാരാളം പുരാണ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്, സപ്താഹം മുതലായ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, രാമായണം എല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ. അതേസമയം വേദാന്തത്തിലേക്ക് ഇവര് ജസ്റ്റ് ചിലപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ വേദാന്തത്തെ കുറിച്ചെങ്കിലും കേട്ടിരിക്കാം, അത്രേ ഉള്ളൂ. അവരോട് നമ്മൾ സംസാരിച്ചാൽ അവര് ഇത്രയും കാലം അവർ ആത്മീയമായിട്ട് പലതും പഠിച്ചതുകൊണ്ട് അവർ പലതും അറിയാം എന്നുള്ള ഒരു കണക്കൂട്ടിൽ കൂടി, കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തോടും കൂടി കുറെ ചോദ്യങ്ങൾ ചോദിക്കും. സാധാരണ ഇപ്പം നമ്മൾ കാണുന്ന സംശയങ്ങളാണ്, ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾ സാധാരണ എന്താണ്? ഒരു വിളക്കില് 5 തിരി ഇടണോ, 2 തിരി കിഴക്കും പടിഞ്ഞാറ് ഇട്ടാൽ മതിയോ? പിന്നെ ഈ തിരി 3 നൂല് കൊണ്ട് പിരിച്ച തിരി വേണോ, 2 നൂല് കൊണ്ടാകാമോ, ഒറ്റ നൂലുള്ളതാകാമോ? പിന്നെ വിളക്ക് വെറുതെ നിലത്ത് വെക്കാമോ, ഒരു തട്ടിനകത്ത് വെക്കണോ? തേങ്ങ പൊട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് പൊട്ടിയില്ലെങ്കിൽ ദോഷമുണ്ടോ? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേൾക്കും. ഇല മുറിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഏത് സൈഡാണ് വെക്കേണ്ടത്, എങ്ങോട്ടാണ് തിരിച്ചു വെക്കേണ്ടത്, ഒരുപാട് ചോദ്യങ്ങൾ. എന്താന്നൊക്കെ പറയാൻ പറ്റത്തില്ല, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം കർമ്മകാണ്ഡത്തിൽ നിൽക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കർമ്മം ചെയ്യുമ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്. വിളക്ക് എങ്ങനെ വെക്കണം, ഏത് സൈഡിൽ വെക്കണം, എത്ര വിളക്ക് വെക്കണം, ഇന്ന പൂജയ്ക്ക് എത്ര വിളക്ക് വെക്കണം, ഗണപതി ഹോമത്തിന് എത്ര വിളക്ക് വേണം, ദേവി പൂജയ്ക്ക് എത്ര വിളക്ക് വേണം, അതൊക്കെ അവിടുത്തെ കാര്യങ്ങളാണ്. കിഴക്കോട്ട് വേണോ പടിഞ്ഞാട്ട് വേണോ, നോക്കിയിരുന്ന് ജപിക്കുന്നത് തെക്കോട്ടാകാമോ വടക്കോട്ടാകാമോ, ഒരുപാട് അവിടെ ഒരു കണക്കൊന്നുമില്ല ചോദ്യങ്ങൾക്ക്. അവിടെ ഒരുപാട് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ വേദാന്തം പഠിക്കുന്ന ആള്, വേദാന്തം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ഈ വക കാര്യങ്ങൾ ചോദിച്ചാൽ പറ്റില്ല. അവിടെ ഇതൊന്നുമല്ല, അവിടെ ഇതൊക്കെ വിട്ട് അപ്പുറത്തേക്ക് കടന്നിരിക്കുക. അവിടെ പോയിട്ട് ഇതൊക്കെ ചോദിച്ചാൽ എന്ത് പറയും ഗുരു? കുറച്ച് കഴിഞ്ഞു വരാൻ പറയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഗുരുവിന് ഇതൊന്നും പറഞ്ഞു തരാൻ അവിടെ അതിനുള്ള സമയമില്ല. അതിൻ്റെ വെച്ചാൽ വേദാന്തത്തിൽ വന്ന ശേഷം ആ കർമ്മകാണ്ഡത്തിൽ കൂടി നേടേണ്ടതായ മനഃശുദ്ധി നേടിയിരിക്കുന്ന ആളാണ് ഗുരു. ഇനി വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോയാൽ അവിടെ ഇരിക്കുകയുള്ളൂ, ഇങ്ങോട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, കൂടുതൽ ഉയരത്തിലേക്ക് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ഒരു വേദാന്തം പഠിക്കുന്ന ഒരു ശിഷ്യൻ, വേദാന്തം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് വേദാന്തത്തെ പ്രമാണമായി സ്വീകരിച്ച് വിചാരം ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പോലും എന്തായിരിക്കണം എന്ന് ആചാര്യസ്വാമി അദ്ദേഹത്തിൻ്റെ ആ ദയ, നമ്മളോടുള്ള കരുണ കൊണ്ട്, വേദാന്തം പഠിക്കുന്നവരോടുള്ള കരുണ വളരെ കൂടുതലാണ് ആചാര്യസ്വാമിക്ക്. കാരണം നമ്മൾ തൈത്തിരീയോപനിഷത്ത് പഠിക്കുമ്പോൾ ആദ്യം ആചാര്യസ്വാമികൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ജൈമിനി മഹർഷി, അതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, ജൈമിനി മഹർഷിയും അവരുടെ ശിഷ്യപരമ്പരകളും ഒക്കെ കർമ്മകാണ്ഡത്തെ ഭയങ്കരമായിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ രചിച്ച് കർമ്മകാണ്ഡത്തെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആചാര്യസ്വാമികൾ വേദാന്തത്തിൻ്റെ വ്യാഖ്യാനം ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആചാര്യസ്വാമിയോട് ചോദിച്ചു, എന്തിനാണ് ഈ വേദാന്തം ഒക്കെ വ്യാഖ്യാനം ചെയ്യുന്നത്? ആരും ഇതിലേക്ക് വരാനുണ്ടാകില്ല, ഒറ്റ മനുഷ്യൻ ഇതിലേക്ക് വരില്ല. കാരണം എല്ലാവർക്കും ലൗകിക സുഖങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട്, മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോൾ ജീവിതം സുഖമാക്കാനും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും കഷ്ടപ്പാടുകൾ മാറാനും ഇങ്ങനെയുള്ള ചിന്തകളിലേ എല്ലാ മനുഷ്യരും ജീവിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള പരിഹാരം മുഴുവൻ കിടക്കുന്നത് എവിടെയാണ്? കർമ്മകാണ്ഡത്തിലാണ്. അവിടെയാണ് ലൗകിക സുഖങ്ങൾ കിട്ടാനുള്ളത്. ഇനി ഈ ജന്മത്തിലല്ല, ഇനി ഈ ശരീരം വിടുമ്പോൾ സ്വർഗം അത് പ്രാപിക്കണം, ഇനി പോകുന്നത് സ്വർഗത്തിലോട്ടായിരിക്കണം, അതിനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ കർമ്മങ്ങളാണ് മുഴുവൻ, എല്ലാം ഓരോരോ ക്രിയകൾ ചെയ്ത് രക്ഷപ്പെടാനുള്ള വഴികളാണ് അവിടെ പറയുന്നത്. പക്ഷേ അതിലൊന്നും മോക്ഷം പറയുന്നില്ല. കാരണം ആരും മോക്ഷം ചോദിക്കുന്നില്ല കർമ്മം ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ആചാര്യസ്വാമികൾ വെറുതെ അങ്ങയുടെ സമയം കളയരുത്, ഇതാരും വായിക്കില്ല, ആരും ഇത് പഠിക്കൂല, പിന്നെ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ആചാര്യസ്വാമി പറഞ്ഞു, അങ്ങനെയല്ല,
10,000-ങ്ങളും ലക്ഷങ്ങളും കോടികളും ചിലപ്പോൾ നിങ്ങളുടെ കർമ്മകാണ്ഡത്തിന്റെ പുറകെ വന്നേക്കാം. ഇല്ലെന്ന് പറയുന്നില്ല, ശരിയാണ്, എല്ലാവരും അതിന്റെ പുറകിലാണ്, അത് നല്ലത് തന്നെ, അവർക്ക് ആ വഴി കൂടെ വരണം. പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും സത്യം അറിയാൻ വേണ്ടിയിട്ട് ശാശ്വതമായ സുഖത്തെ അന്വേഷിച്ച്, ലൗകികമായ സുഖമല്ല, അതെല്ലാം ശാശ്വതമല്ല, അതെല്ലാം നൈമിഷികമായിട്ട് വന്നു പോകുന്നതാണ്, സ്ഥിരമായതല്ല. പക്ഷെ സ്ഥിരമായ ഒരു സുഖമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്, ഒരാനന്ദം കാണും, അങ്ങനെയാണല്ലോ കേട്ടിരിക്കുന്നത്. അതിൻ്റെ സത്യം എന്താണ് യഥാർത്ഥത്തിൽ സത്യം? സത്യം എന്തെന്നറിയാനായിട്ട്, ശാശ്വതമായത് എന്താണ് അതിനെ അറിയാനായിട്ട്, അല്ലെങ്കിൽ ഈ കാണുന്നതിൻ്റെ എല്ലാം പുറകിലുള്ള സത്യം എന്താണെന്നറിയാൻ, ഏതൊരു ശക്തിയാണ് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും വന്നാൽ അയാൾക്കത് കിട്ടാതെ പോകരുത്. ഒരാൾ മതി, കോടികളൊന്നും ഇതിന്റെ പുറകെ വരണ്ട, ഒരാൾ വന്നാൽ മതി. ആ വരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനം എഴുതുന്നതെന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികൾ അത്രയും കരുണയുള്ളൊരു ആളാണ്. ആരോട്? വേദാന്ത പഠിതാക്കളോട്. അപ്പോ വേദാന്തം പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ശിഷ്യൻ വേദാന്തം പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയാൽ എന്ത് ചോദിക്കണം എന്ന് അപരോക്ഷ അനുഭൂതി എന്ന് പറഞ്ഞ് ഈ പ്രകരണ ഗ്രന്ഥത്തിൽ ആചാര്യസ്വാമി വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഇവിടെ കൊണ്ട് ആ സംശയമൊക്കെ മാറണം. നമ്മൾ ഇനി എന്ത് ചോദിക്കണം, എന്തറിയണം എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ളവര്, നമ്മൾ ഇനി എന്താണ് അറിയേണ്ടത്? നമ്മൾ ഇനി ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താണ്? നമ്മൾ ഇനി പുറകോട്ട് പോകരുത്. ഇന്ന മാസത്തിൽ ഇന്ന കാര്യം ചെയ്യാവോ, ചിങ്ങമാസത്തിൽ പോകാവോ, കുംഭമാസത്തിൽ കല്യാണം കഴിക്കാവോ, പരവാസ്തുവലി ഇന്ന ദിവസങ്ങളിൽ ചെയ്യാവോ, ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. അവിടെ നിന്നൊക്കെ നമ്മൾ വിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആചാര്യസ്വാമി ഇവിടെ വളരെ ഭംഗിയായിട്ട് പറയുന്നതായിരുന്നു, 4 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടേ എന്ന് പറയും. 4 ചോദ്യങ്ങളാണ് നിങ്ങൾ ഗുരുവിനെ സമീപിച്ച് ചോദിക്കേണ്ടേ എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇത് മുതൽ 12 മുതൽ 16-ാമത്തെ ശ്ലോകം വരെ 4 ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വരും. 4 ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടേ എന്ന് പറയുന്നു. അതിനുശേഷം 4 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനിയുള്ള ശ്ലോകങ്ങളിൽ വരും. ഒരു വേദാന്ത വിദ്യാർത്ഥി ഗുരുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താണ്? ആദ്യ ചോദ്യം, കോഹം കഹ അയം. ആദ്യത്തെ ചോദ്യം കഹ അയം, ഞാൻ ആര്? നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഞാൻ ആരെന്ന് ചോദിക്കണം എന്ന്. അതിന്റെ ബാക്കി കാര്യം ആചാര്യസ്വാമി പറഞ്ഞായിരുന്നു. ആദ്യ ചോദ്യം ഞാൻ ആര് എന്ന് ചോദിക്കണം. സാധാരണ ഗുരുവിന്റെ അടുത്ത് പോയാൽ സാധാരണ നടക്കുന്നൊരു സംഭവം, ഗുരുവിന്റെ അടുത്ത് പോയാൽ എന്ത് ചോദിക്കും? താങ്കൾ ആരാണ്? ഏത് ദേശത്തായിരുന്നു? ആരാണ് താങ്കളുടെ ഗുരു? ഗുരുവിനെ അറിയാതെ ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. ഇപ്പോ ഗുരുവിനെ കണ്ടാൽ ഉടനെ ഗുരുവിനെ അറിയണം, എന്നിട്ട് വേണം ഈ ഗുരുവിന്റെ യോഗ്യത തീരുമാനിക്കാൻ. ഇതൊക്കെ സാധാരണ മനുഷ്യ മനസ്സിലുള്ള പ്രശ്നങ്ങളാണ്. ഗുരുവിന്റെ അടുത്ത് പോയിട്ട് അത് ആ ഗുരുവിന്റെ ഗുരു ആരാണ് എന്നറിയണം. പിന്നെ ആ ഗുരുവിന്റെ പൂർവ്വചരിത്രം മുഴുവൻ അറിയണം. ഇങ്ങനെയാണ് ഇപ്പൊ ഗുരുവിനെ തപ്പുന്നത്, എല്ലാം അന്വേഷിച്ച് പിടിച്ച്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു ഗുരുവിന്റെ വില കൽപ്പിക്കണം. അത്ര റേഞ്ച് നമ്മളെ തീരുമാനിക്കുന്ന, ആ ഗുരുവിന്റെ റേഞ്ച് എവിടെയാണെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ട ഗുരുവിനെ ഈശ്വരൻ മുമ്പിൽ എത്തിക്കും. പിന്നെ അവിടെ സംശയം പാടില്ല. ആ ഗുരു എത്തിയാൽ അങ്ങനെയുള്ള ഗുരുവേ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സാധന ശരിയല്ലെന്നർത്ഥം. അപ്പോട്ടെ, അപ്പോ സാധാരണ ഇപ്പൊ ചോദിക്കുന്നത് ഗുരു ആരെന്ന് ചോദിക്കും. അങ്ങനെയല്ല വേണ്ടത്, ഞാൻ ആര് എന്ന് ചോദിക്കണം. അപ്പോ ഒരു സംശയം, ഞാൻ ആരെന്ന് അവനോട് ചോദിച്ചാൽ പോരെ? എന്നോട് തന്നെയല്ലേ ചോദിക്കേണ്ടത്? ഇപ്പൊ കുറച്ച് ഉപനിഷത്തൊക്കെ വായിച്ചാൽ ഉടനെ നമുക്ക് ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തോന്നും, അതെന്നെ അങ്ങനെ പറയണേ, ഞാൻ ആരാന്ന് സ്വയമല്ലേ ചോദിക്കണ്ടേ? ആണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്വയം ഞാൻ ആരെന്ന് ചോദിക്കാറായിട്ടില്ല. അതാണ് ഇവിടെ ഒരു സാധാരണയിൽ കവിഞ്ഞൊരു വ്യത്യാസം വന്നതിന്റെ കാര്യം ഇവിടെയാണ്. ഇപ്പോ രമണ മഹർഷിയുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ ആരെന്ന് ചിന്തിച്ചപ്പോ ആര് എന്ന് പറയും. അത് മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമാണോ?
അല്ല. അപ്പോ സാധാരണ നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഗുരു പറഞ്ഞു തരണമെങ്കിൽ ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ആര് എന്ന് നമ്മൾ ചോദിക്കാം. കാരണം നമുക്ക് സ്വയം ഞാൻ ആര് എന്ന് ചോദിച്ച് ഉള്ളിലേക്ക് ചിന്തിച്ച് അത് മനസ്സിലാക്കാനുള്ള ആ കഴിവായിട്ടില്ല. കാരണം ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചാൽ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാ അത് കൂടുതലായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സ്വയം കിട്ടില്ല. അപ്പോ ഗുരുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്, ഗുരുവേ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാവോ എന്ന്. ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ അതിനുള്ള ഒരു അർഹതയും കൂടെ വേണം. എന്താണ് അർഹത? അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഈ ചോദ്യം ഗുരുവിനോട് ചോദിക്കണമെങ്കിൽ എനിക്കതിനുള്ള അർഹത വേണം. എന്താണ് അർഹത? അർഹത ഞാൻ ആര് എന്ന സത്യം, യഥാർത്ഥത്തിൽ ഞാൻ ആര് എന്ന് എനിക്ക് അറിയില്ല എന്ന വ്യക്തത ഉള്ളിലുണ്ടാവണം. വളരെ ഈ പ്രകരണം അപരോക്ഷാനുഭൂതിയുള്ള ഈ പ്രകരണ ഗ്രന്ഥം ഓരോ കാര്യങ്ങൾ അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ളത്. ഞാൻ ആര് എന്ന സത്യം എനിക്കറിയില്ല എന്നുള്ള വ്യക്തത ഉള്ളിലുള്ള ആളാണ് ഗുരുവിനോട് ചോദിക്കേണ്ടേ ഞാൻ ആരെന്ന് പറഞ്ഞു തരാവോ എന്ന്. ഇപ്പൊ നമുക്കുള്ളത് എന്താണ്? ഞാൻ ആരെന്ന് നമുക്കറിയാലോ അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പരമേശ്വരൻ, ഇന്ന് ബാങ്കിൽ നിന്ന് റിട്ടയർ ആയി, ഇന്ന ആളാണ്. കുറെ പറയാനുണ്ട്. ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ ഭർത്താവാണ്, ഇന്ന കുട്ടികളുടെ അച്ഛനാണ്. ഇതാണ് ഞാൻ. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്? എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ്. അങ്ങനെ വന്ന് ഇത്രയും കാലം ഞാൻ എന്നുള്ളതിനെ ഈ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോ ഇപ്പോ കുറെ നാളായിട്ട് ഈ ഉപനിഷത്തൊക്കെ വായിച്ച് പഠിച്ചു വരുന്നത് കൊണ്ട്, കുറെ കേട്ടതുകൊണ്ട്, തത്വബോധം വിവേക ചൂടാമണിയൊക്കെ വായിച്ചു വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ഒരാളാണ് അർഹതയുള്ള ആൾ. അതാണ് മനസ്സിലാക്കേണ്ടത്, ആ അർഹത. അപ്പോ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളത് വേണം. ഇപ്പൊ അങ്ങനെയല്ല. സാധാരണ മനുഷ്യന് ഞാൻ ആരെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. എന്താണ്? ഞാൻ ഈ ശരീരത്തോടു കൂടിയ ഞാനാണ്. ഇനി സ്വല്പം ആത്മാ എന്നുള്ളത് സ്വല്പം അറിവുണ്ടെങ്കിലും ആത്മാ പ്ലസ് ശരീരം ചേർത്തിട്ടാണ് ഞാൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് കുറച്ചൊപ്പം അവിടെ എത്തിയിരിക്കാം. ആത്മാവാണ്, അതേസമയം ശരീരവും ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴുള്ള അറിവിരിക്കുന്നത്. അപ്പോ ആചാര്യസ്വാമിയുടെ പറയുന്നു, എനിക്ക് തന്നെ ഞാൻ ആര് എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ശരീരമല്ല എന്ന് ഉപനിഷത്തിൽ കുറെ വായിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ, മനനം ചെയ്തപ്പോൾ പിടികിട്ടുന്നുണ്ട്. കാരണം ഇത് നശിക്കുന്നതാണ്, ഇത് പെർമനന്റ് അല്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചപ്പോ, പലതും കേട്ടപ്പോ ഈ ശരീരമല്ല എന്ന് മനസ്സിലായി. പക്ഷെ യഥാർത്ഥ ഞാൻ എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആത്മാ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനെ മനസ്സിലാകുന്നില്ല. അതാണല്ലോ അപരോക്ഷ അനുഭൂതിയിലേക്ക് പോകുന്നത് നമ്മൾ. അങ്ങനെയുള്ള ഒരാള്, ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ഒരാള് ഗുരുവിനോട് ഞാൻ ആര് എന്ന് പറഞ്ഞു തരണം എന്ന് വളരെ വിനയത്തോടുകൂടി ചോദിക്കണം. അതാണ് ആദ്യം ആചാര്യസ്വാമികളിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിന് ജീവ വിഷയ പ്രശ്ന എന്ന് പറയും. ആദ്യം ചോദിക്കേണ്ടത് ജീവ വിഷയ പ്രശ്ന. അടുത്ത ചോദ്യം, കഥം ഇതം ജാതം, കഥം ഇതം ജാതം, കോഹം കഥമിതം ജാതം. കോഹം കഴിഞ്ഞു, കഥമിതം ജാതം. ഇതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം. നമ്മളിപ്പോൾ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം കഥം ജാതം, എങ്ങനെ ഉണ്ടായി? ഗുരുനാഥ, നമ്മളിപ്പോ ഞങ്ങൾ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം ഇതെങ്ങനെ ഉണ്ടായി ഗുരുനാഥ എന്ന് ചോദിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നേച്ചർ എന്താണ് ഗുരുനാഥ? ഈ പ്രപഞ്ചത്തിന്റെ സത്യാവസ്ഥ എന്താണ്? എന്താണിത്? ഇതെങ്ങനെ ഉണ്ടായി? എന്താണ് ഇതൊന്ന് പറഞ്ഞു തരണം. നമുക്ക് എല്ലാവർക്കും ഈ സംശയം ഉണ്ടല്ലോ ഇപ്പൊ ഓൾറെഡി, അല്ലേ? സംശയം ഉണ്ട്.
എന്താണിത്? എന്തൊക്കെയോ ഉണ്ടാകുന്നു, എന്തൊക്കെയോ നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മൊത്തം സംശയമുള്ളൂ. ഇതെന്താണ്? എന്താണ് എപ്പോഴുണ്ടായി, എന്താണ്, ആരാണ് ഇതൊക്കെ? അപ്പൊ ഈ ലോകം നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിക്കുന്നത്. കഥമിതം ജാതം. ആദ്യം എന്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചു. ഫസ്റ്റ് ചോദ്യം ചോദിച്ചു, എന്റെ സ്വരൂപം എന്താണ്, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരണേ ഗുരുനാഥ എന്ന് പറഞ്ഞു. രണ്ടാമത് ചോദിച്ചു, ഭഗവാനെ, ഈ കാണുന്ന പ്രപഞ്ചം, ഞാൻ ഈ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഇതിനെന്ത് പറയാം? ജഗത് വിഷയ പ്രശ്നം എന്ന് പറയാം. ആദ്യത്തത് ജീവവിഷയ പ്രശ്ന, രണ്ടാമത് ജഗത് വിഷയ പ്രശ്ന. ലോകത്തിലുള്ള ഒരു വസ്തു, ലോകത്തെ നമ്മൾ കാണുന്ന വസ്തുക്കളെ പറ്റിയാണ് സയൻസ് ചോദിക്കുന്നത്. സയൻസ് ചോദിക്കുന്നത് മുഴുവൻ ഇവിടെ കാണുന്ന വസ്തുക്കളെ കൊടുത്ത് അതിനെക്കുറിച്ചെടുത്ത് പലതിനെയും കണ്ടിട്ട് അതിനെ റിസർച്ച് ചെയ്ത് കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിലെ ഓരോരോ സബ്ജക്റ്റ് വന്നിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് ഫിലോസഫി. ലോകം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഫിലോസഫി ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം, കോവൈ കർത്ത അസ്യ വിദ്യതേ. കോവൈ കർത്ത അസ്യ വിദ്യതേ. എന്താണ് അസ്യ എന്ന് പറഞ്ഞാൽ? അസ്യ ജഗതഃ, ഈ ലോകത്തിന്. അസ്യ ജഗതഃ, അതാണ് കോവൈ അസ്യ വിദ്യതേ എന്നുള്ളതിന്റെ. കഹാ വൈ കർത്ത, ഈ ലോകം ഇങ്ങനെ ഇരിക്കാൻ ആരാണ് കാരണം? ലോകം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, നമ്മൾ ഈ കണ്ടനുഭവിക്കുന്ന ലോകം ഇങ്ങനെ ഇരിക്കുന്നല്ലോ, ഇങ്ങനെ ഇരിക്കാൻ ആരാണ് കാരണം? ഉണ്ടാകാൻ എന്താണ് കാരണം ചോദിച്ചു. ഉണ്ടായത് ഇങ്ങനെ ഇരിക്കാൻ എന്താണ് കാരണം? അപ്പൊ നിമിത്തമാര് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈശ്വരനാണ് കാരണം എന്ന് പറയാം. ഈശ്വരനാണ് കാരണം എന്ന് പറയാം. ഈശ്വരൻ നിമിത്തമാണത് ഉണ്ടായത്, ഈശ്വരനാണ് കാരണം എന്ന് പറയാം. അപ്പോ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഈശ്വര വിഷയ പ്രശ്ന. ഈശ്വര വിഷയ പ്രശ്ന. ആദ്യത്തെ ചോദ്യം ജീവവിഷയ പ്രശ്ന, രണ്ടാമത്തെ ചോദ്യം ജഗത് വിഷയ പ്രശ്ന, മൂന്നാമത്തെ ചോദ്യം ഈശ്വര വിഷയ പ്രശ്ന. ശാന്തമാക്കാൻ നമ്മൾ മ്യൂട്ട് ചെയ്യണേ. നാലാമത്തെ ചോദ്യം ബ്രഹ്മം. നാലാമത്തെ ചോദ്യം വരുന്നു, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം വരികയാണ്. എന്താണ് ബ്രഹ്മം എന്നുള്ള രീതിയിൽ? അതായത് ഉപാദാനം കിം അസ്തി ഇഹ. ഉപാദാനം കിം അസ്തിഹ. ഇഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ. ഉപാദാനം എന്ന് പറഞ്ഞാൽ ആധാരം, അല്ലെങ്കിൽ അധിഷ്ഠാനം, അല്ലെങ്കിൽ അതിൻ്റെ സത്യം, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ, അങ്ങനെയൊക്കെ പറയാം. ഉപാദാനം എല്ലാത്തിൻ്റെയും സാരാംശമായിട്ട് എന്താണ് ഇരിക്കുന്നത്? എല്ലാത്തിനും ഒരു അടിസ്ഥാനം ഉണ്ടാവൂല, അതെന്താണ്? എല്ലാത്തിനെയും നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അതാരാണ്? എല്ലാത്തിൻ്റെയും പുറകിലുള്ള ഒരു സത്യമുണ്ടല്ലോ, അതെന്താണ്? എല്ലാത്തിൻ്റെ എന്ന് ചോദിച്ചപ്പോ എന്തായി? നമ്മൾ മൂന്ന് കാര്യങ്ങൾ നോക്കി നേരത്തെ. എന്താണ്? ജീവൻ പ്രശ്നം, ജഗത്തിന്റെ പ്രശ്നം, അത് ചോദ്യം. ജീവൻ എന്താണെന്നൊരു ചോദ്യം, ജഗത്ത് എന്താണെന്ന് ചോദിച്ചു, പിന്നെ ഇതിങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ജീവൻ വന്നു, ജഗത്ത് വന്നു, ഈശ്വരൻ വന്നു. ഈ മൂന്നിനെയും നിലനിർത്തുന്നത് ആര്? ഈ മൂന്നിന്റെയും അധിഷ്ഠാനം എന്ത്? ഇതിൻ്റെയൊക്കെ സാരാംശമായിട്ട് എന്തിരിക്കുന്നു എന്നൊരു ചോദ്യം വരിക. അയം വിചാരഹ സഹ. ആ വിചാരം ഇങ്ങനെയുള്ളതാണ്. ഈ മൂന്നിന്റെയും അടിസ്ഥാനം എന്താണ്? ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന എവിടെ നിന്നാണ് എന്നൊരു ചോദ്യം. അപ്പോ ഇത്രയും പറഞ്ഞ എന്താണ്? ജീവന്റെ പ്രശ്നം, ജഗത്തിന്റെ പ്രശ്നം, ഈശ്വരന്റെ പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യം. ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നാലാമതൊരു ചോദ്യം, ഈ മൂന്നിനെയും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഈ മൂന്നിന്റെയും അടിസ്ഥാനം, ഈ മൂന്നിന്റെയും പരമമായ സത്യം എന്താണ്
ഇങ്ങനെ വേണം വിചാരം ചെയ്യാൻ എന്നാണ് പറയുന്നത് ആചാര്യസ്വാമികൾ. വിചാരം ചെയ്യേണ്ട രീതിയെയാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നെ. വേറെ മണ്ടത്തരം ചോദ്യങ്ങളും വിഡ്ഢിത്തങ്ങളും കർമ്മകാണ്ഡത്തിലേക്കുള്ള സംശയങ്ങളും അതിലേക്കൊന്നും ഇനി പോകരുത്. ഇനി അതൊന്നും സംശയങ്ങളല്ല, അതൊക്കെ പോട്ടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ട് കിടക്കാവോ ഇങ്ങോട്ട് കിടക്കാവോ, ഇങ്ങോട്ട് ഇപ്പൊ രാവിലെ ശകുനം കണ്ട അയാളെ കണ്ട എന്തുണ്ടാവും, ഇങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ മറ്റേ പല്ലി ചലച്ചാൽ എന്തുണ്ടാവും, എന്തെല്ലാം സംശയങ്ങളാണ്. അതൊന്നുമല്ലല്ലോ അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകാൻ അതൊന്നും സഹായിക്കില്ല. അതൊക്കെ കഴിഞ്ഞു പോയി. അവിടത്തൊക്കെ കിട്ടാവുന്നതും പഠിക്കാവുന്നതൊക്കെ പഠിച്ചു. പഠിച്ചതിൽ നല്ലതെടുക്കുക, ചീത്തയായിട്ടുള്ളതിനെ കളയുക. ഇപ്പൊ ആ ഗ്രേഡൊക്കെ മാറി. നമ്മുടെ അപരോക്ഷാനുഭൂതി പഠിക്കുമ്പോഴത്തെ ഗ്രേഡ് അതൊന്നുമല്ല. വളരെ ശാന്തമായിട്ട് ചിന്തിച്ച് മനനം ചെയ്ത് ഓരോ കാര്യങ്ങളും വിചാരം ചെയ്യണം. വിചാരം ചെയ്യേണ്ടത് ഉപനിഷത്തിനെ, വേറെ ഒന്നിനെയും നീ വിചാരം ചെയ്യരുത്. ഒരു ഗ്രന്ഥത്തിന്റെ പുറകെ പോകരുത്. ഉപനിഷത്തിൽ മാത്രം നിൽക്കണം, അതിനെ വിചാരം ചെയ്യണം. കുറെ കഥകളുടെ പുറകെ പോയ അതൊക്കെ കഴിഞ്ഞു. കഥകൾ കേട്ട് കഥ സാരാംശം ഭാഗവതമൊക്കെ കേട്ട് അതിന്റെ സാരാംശമൊക്കെ എടുത്ത് ശരി, ഭഗവത്ഗീത ഉപനിഷത്ത് സാരം അതും കേട്ടു, അതിനെടുക്കും. കഥകളിലൊന്നും ഇനി പോകരുത്. ഇനി പോകേണ്ടത് അവനവന്റെ ഉള്ളിലേക്കാണ്. പുറത്തുള്ള കഥകളോ മറ്റ് കഥകളോ ചെവി കൂടി കേട്ട കഥകളിലോ ഒന്നും അല്ല. ഇനി ഉള്ളിലേക്കാണ് പോകുന്നത്. ഉള്ളിലേക്ക് പോയി ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തോട്ട് നോക്കണം. അത്ര ഗംഭീരമായിട്ടുള്ള ആശയാണ്. അകത്ത് ചെല്ലുക, അകത്ത് നിന്നിട്ട് പുറത്തേക്ക് നോക്കുക. ഇത് കാണുന്നതിലാണല്ലോ ഇപ്പോ നമ്മൾ മുഴുവൻ നിൽക്കുന്നത് എവിടെയാ? പുറത്താ. ആക്ച്വലി നമ്മൾ അകത്തല്ല നിൽക്കുന്നത്, നമ്മൾ കംപ്ലീറ്റ് പുറത്താ. കാരണം ഇന്ദ്രിയങ്ങൾ അതാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളിൽ പുറത്തുള്ളതിനെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുത്തരുക ചെയ്യുന്നത്. എന്തെല്ലാം പുറത്തുണ്ടോ അതിനെ മുഴുവൻ ഇന്ദ്രിയം കൊണ്ടുത്തരും. നമ്മളത് മേടിച്ചുകൊണ്ടിരിക്കും. ഇരുന്നിട്ട് ആ സുഖം 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 എന്ന് വിചാരിക്കും. ഉടനെ ദുഃഖം വരും, ഉടനെ സുഖം വരും, ഉടനെ ദുഃഖം വരും, സുഖം വരും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് സംഗതി ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ആചാര്യസ്വാമിക്ക് പറയുന്നു, ഗുരുവിന്റെ അടുത്ത് 4 ചോദ്യം ചോദിക്കൂ. എന്തൊക്കെയാണ്? ജീവവിഷയ പ്രശ്നം ചോദിക്കൂ, ജഗത് വിഷയത്തെ ചോദിക്കൂ, ഈശ്വര വിഷയത്തെ ചോദിക്കൂ. എന്നിട്ട് ഇതിന്റെ എല്ലാം സാരാംശമായിരിക്കുന്ന എന്താണ്, അടിസ്ഥാനം എന്താണ് എന്ന് ചോദിക്കൂ. അതാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചോദ്യം. അപ്പോ പല രീതികളിൽ വിചാരം ചെയ്യാം, ഇപ്പോ ഇങ്ങനെയാണ് നമ്മൾ വിചാരം ചെയ്യേണ്ടത് ആക്ച്വലി. കാരണം പല രീതി ചെയ്യാന്ന് പറയുന്നത്, ചിലരിപ്പോ ഉപനിഷത്തില് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത പദം ഏത് അങ്ങനെ നോക്കുന്നവരുണ്ട്. ആ കഠോപനിഷത്തില് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എത്ര എണ്ണം, അത് മറ്റുപനിഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഉപനിഷത്തിലുള്ള വാക്യം അപ്പുറം ഒരേപോലെ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് വാക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്? ആത്മാ എന്നുള്ള വാക്കാണോ, ബ്രഹ്മം എന്നുള്ള വാക്കാണോ, ജീവൻ എന്നുള്ള വാക്കാണോ, ഈശ്വരൻ എന്നുള്ള വാക്കാണോ? ഇങ്ങനെയൊക്കെ റിസർച്ച് നടത്തുന്നവരുണ്ട്. അതൊന്നുമല്ല ചെയ്യേണ്ടത്. അതേമാതിരി ഭഗവത്ഗീത ചില ആൾക്കാർ അങ്ങനെ പ്രഭാഷണം നടക്കുമ്പോൾ കേൾക്കാം, ഭഗവാൻ അർജുനനെ ഇങ്ങനെ ഒരു നാമത്തിൽ ഇത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതേമാതിരി അത് നിറയെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ശ്ലോകം, അല്ലെങ്കിൽ ഇന്ന അധ്യായത്തിൽ ഇത്രാമത്തെ ശ്ലോകം, ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ അയ്യോ, നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്കിതൊന്നും അറിയാൻ മേലല്ലോ. ഇത്രയും കാലം ഭഗവത്ഗീത നോക്കി അല്ലെങ്കിൽ രാമായണം നോക്കി ഇന്ന കാണ്ഡത്തില് ഇന്ന ഭാഗത്ത് ഇന്ന ശ്ലോകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടും. ഓ, ഇത്രയൊക്കെ അറിയണല്ലേ, അദ്ദേഹത്തിന്റെ അറിവൊന്നും നമുക്കില്ലല്ലോ, കഷ്ടം എന്നൊക്കെ തോന്നും. സ്വയം ഇകഴ്ത്തിക്കാണ്, അവനവനെ ഇകഴ്ത്തിക്കാണുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. വലിയ പ്രഭാഷണത്തിന് വരുന്നതിന് മുന്നേ നോക്കി പഠിച്ചേ വരുന്നേ. പ്രഭാഷണത്തിന് വരുന്നതിന് മുന്നേ നോക്കുന്നുണ്ട്, ഭഗവത് 24,000 ശ്ലോകങ്ങളുള്ള അതിൽ ഇത്രാമത്തെ അധ്യായത്തില് ഇത്രാമത്തെ വരിയില് ഇന്ന കാര്യം ഭഗവാൻ പറഞ്ഞു. ശരി, അതിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു വരി ചോദിക്കാവോ? തൊട്ടടുത്തുള്ളൊരു വരി എന്താന്ന് സാറേ എന്ന് പറഞ്ഞുതരാവോ എന്ന് ചോദിച്ചാൽ പറയില്ല. ഉറപ്പാണ്. ഇത് പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ട് വരുന്നതാ. നമ്മളിത് കേട്ട് ഞെട്ടും. കാരണം ഇങ്ങനെ അരിച്ചു കുറിച്ച് 24,000 ശ്ലോകങ്ങൾ അറിയുന്ന ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ വിചാരിക്കുമ്പോൾ എന്താ കുഴപ്പം? വിചാരിച്ചോളൂ, കുഴപ്പമില്ല, അയാൾ അറിയുന്ന ആളായിക്കോട്ടെ. നമ്മളെ സ്വയം നമ്മൾ ഇകഴ്ത്തും. അത് വലിയൊരു തെറ്റാ. അവനവനെ കുറച്ച് കാണരുത്.
അവനവനൊട്ടും നമ്മൾ ഈ ആത്മാവല്ലേ, നമ്മൾ കുറവൊന്നുമില്ല നമ്മളില്. നമുക്ക് ഈ ശരീരം കിട്ടിയപ്പോ ചില പരിമിതികളിലേക്കകത്ത് വന്ന് പെട്ടിരിക്കണമെന്നേ ഉള്ളൂ. ഈ ശരീരമായിട്ടുള്ള ബന്ധത്തെ മാറ്റി നിർത്തി നോക്കിയാൽ അയാളും നമ്മളും ആരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഈ ശരീരം വന്നതുകൊണ്ടുള്ള വ്യത്യാസമാണ്. ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കാരണ ശരീരവും ആത്മാവിൽ ചേർന്നിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് തോന്നുന്നത്. അതിനെ മാറ്റാനാണ് ആചാര്യസ്വാമി എല്ലാ ഗ്രന്ഥങ്ങളിൽ കൂടിയും പറഞ്ഞു തരുന്നത്. എങ്ങനെ സ്ഥൂല ശരീരത്തിലെ മാറ്റാം, എങ്ങനെ സൂക്ഷ്മ ശരീരത്തെ മാറ്റാം, ഇതൊക്കെ പറഞ്ഞു തന്നല്ലോ. കോശങ്ങള് അല്ലേ, 5 കോശങ്ങളെ പറഞ്ഞു തന്നു. കോശങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ കാരണ ശരീരം എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും, കാരണം ഈ പുറത്തുനിന്നാണ് എല്ലാം ഇങ്ങോട്ട് വരുന്നത്, ഈ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ നമ്മുടെ അകത്തേക്ക് ഇതെല്ലാം കൂടെ തരുമ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂഷൻ ആവും. അപ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രഭാഷണവും കൂടെ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഇത്രയും കാലം ഇതൊക്കെ നോക്കിയിട്ട് എനിക്കിപ്പോഴും ഒന്നും അറിയാൻ മേലല്ലോ. നോ, അങ്ങനെ അല്ല. നല്ല അറിവുണ്ട്, ഒരു സംശയമില്ല. നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്നുമല്ല കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളല്ല. അതൊന്നുമല്ല അറിവ്. അറിവെന്ന് പറഞ്ഞാൽ ഇപ്പോ ആചാര്യസ്വാമി നമുക്ക് തരുന്ന ഈ അറിവുണ്ടല്ലോ, നമ്മളിപ്പോ 10-13 പേരേ ഉള്ളൂ. ഈ 13 പേര് സ്വയം ഇകഴ്ത്താൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന വലിയൊരു യജ്ഞത്തിലാണ് നമ്മൾ, വലിയൊരു തപസ്സിലാണ് നമ്മൾ. എത്ര കാലമായി ഇത് ഇരിക്കുന്നു? ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകാശത്തിന്റെ ലക്ഷണമാണ്. അപ്പോ ഇനി അങ്ങനെയുള്ളതിന്റെ പുറകെ പോകരുത്. അത് കാണാപ്പാഠം പഠിക്കുക, ഇത് കാണാപ്പാഠം പഠിക്കുക, അതിലേക്കൊന്നും പോകരുത്. അതൊന്നുമല്ല. ഈ പറയുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മുന്നോട്ട് ആചാര്യസ്വാമികൾ ഇതിനെ ഭംഗിയായിട്ട് ഇനി ഓരോന്ന് പറഞ്ഞു തരും. അത് നമുക്ക് മനസ്സിലാക്കണം. 4 കാര്യങ്ങളാണ് ഇവിടെ. സബ്ജക്ട് മാറ്റർ ഇനി എല്ലാം എന്തെടുത്താലും സബ്ജക്ട് മാറ്റർ എന്തായിരിക്കണം? ആത്മാ എന്നുള്ള സബ്ജക്ട് മാറ്റർ ആയിരിക്കണം. ഉപനിഷത്തായിരിക്കണം സബ്ജക്ട് മാറ്റർ. അതിൽ നിന്ന് മാറിപ്പോകരുത് നമ്മൾ. കഹ അഹം കഥമിതം ജാതം കോവൈ അസ്യ കർത്താ വിദ്യതേ ഉപാദാനം കിം. ഇത് അടിവരയിട്ടുള്ളിലിട്ടോണം. എവിടെ എന്ത് കണ്ടാലും, എവിടെ പോയാലും എന്ത് കണ്ടാലും ഇതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ. അല്ലാതെ ബാക്കിയുള്ള ഒരു കാര്യത്തിലേക്കും മനസ്സിനെ കൊണ്ടുപോയി കുളമാക്കരുത്. ജീവൻ, ജഗത്, ഈശ്വരൻ, ബ്രഹ്മം, ഇതിനെക്കുറിച്ചേ നമ്മൾ ചിന്തിക്കാവൂ. ജീവനെ ആത്മാ അനാത്മാ എന്ന് പിരിച്ച് നമ്മൾ നോക്കിയില്ലേ? ആത്മാനാത്മ വിചാരം ചെയ്തില്ലേ? അതിനെക്കുറിച്ച് ഓർക്കണം. ജഗത്തിനെ ഉപാദാന കാരണം, നിമിത്ത കാരണം എന്നൊക്കെ കണ്ടില്ലേ? അവിടെ നോക്കണം. പഞ്ചഭൂതങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ? അത് ഓർക്കണം. ഈശ്വരനും അങ്ങനെ ഈശ്വരൻ ആര് എന്നൊക്കെ ചിന്തിച്ചില്ലേ? ആ സൃഷ്ടിയുടെ ഈശ്വരൻ എന്ന് പറഞ്ഞ ആ തത്വം വന്നത് എവിടെയാണെന്ന് നോക്കി. തത് ത്വം അസി എന്നുള്ളത് പഠിച്ചല്ലോ. തത്തിനെ പറഞ്ഞു, ത്വമ്മിനെ പറഞ്ഞു, അസിയെ പറഞ്ഞു, ജീവബ്രഹ്മ ഐക്യത്തെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു വന്നതാണ് നമ്മൾ. അവിടെയൊക്കെ മനസ്സ് നിൽക്കാവൂ ഇനി. പിന്നെയോ 4 മഹാവാക്യങ്ങൾ പഠിച്ചു. ആ മഹാവാക്യങ്ങളിലേക്ക് വേണം മനസ്സെപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടത്. മഹാവാക്യങ്ങളുടെ പുറകിലായിരിക്കണം. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഈ 4 കാര്യങ്ങളെ നമ്മളിപ്പോ ചോദിച്ച ആചാര്യസ്വാമി പറഞ്ഞു തന്ന, ഇതിനെ ചോദിക്കൂ എന്ന് പറഞ്ഞു തന്നല്ലോ. ഈ പറഞ്ഞു തന്ന ഈ 4 ചോദ്യങ്ങളെ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് വിശദീകരിക്കുന്നില്ല, ചുരുക്കമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇവിടെ 16ാമത്തെ ശ്ലോകത്തിൽ ഈ വേദാന്ത സാരം എന്നുള്ള ഭാഗം ആചാര്യസ്വാമി തീർക്കും. ഇനിയിപ്പോ 12ആയി, 16ൽ അദ്ദേഹം അത് തീർക്കും. ഉത്തമ അധികാരികൾക്ക് ശരിക്കും പറഞ്ഞ 16ാമത്തെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 16ാമത്തെ ശ്ലോകത്തോടു കൂടി അവിടെ ഉത്തമ അധികാരികൾക്ക് അവിടെ നിൽക്കാം. പിന്നെ ഓരോ ടോപ്പിക്കിനെയും വിശദീകരിച്ചാണ് കൊണ്ടുവരുന്നത്. ഓരോ ടോപ്പിക്കിനെ കാര്യമായിട്ട് വിശദമായിട്ട് നമ്മെ പഠിപ്പിക്കും. അപ്പോ വിചാരം എന്നാൽ എന്ത് എന്ന് നമുക്കിപ്പോ മനസ്സിലായി. പ്രമാണ വ്യാപാരമാണ് എന്ന് പറഞ്ഞു. പ്രമാണം എന്താണ്? വേദാന്തമാണ്. അത് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൽ നിന്ന് ഇനി പോകാനേ പാടില്ല. അപ്പൊ ഗുരുവിനോട് പോയി എന്ത് ചോദിക്കണം? ഉപനിഷത്തെടുത്ത് അതിൽ നിന്ന് എന്താണ് ചോദ്യമായിട്ട് ചോദിക്കേണ്ടത്? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഈ 4ലല്ലാതെ ഒരു ചോദ്യവും ഉപനിഷത്തിനകത്തുനിന്ന് വരില്ല. ഉപനിഷത്തിനകത്തുനിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ഈ 4 കാര്യത്തിനകത്ത് ഉൾപ്പെട്ടതേ വരികയുള്ളൂ. ഒരു സംശയമില്ല. അതിനാലാണ് പ്രകരണഗ്രന്ഥം ആദ്യം പഠിക്കണം എന്ന് ആചാര്യസ്വാമി തന്നെ പറഞ്ഞത്. പ്രകരണഗ്രന്ഥങ്ങൾ പഠിച്ചാലേ ജ്ഞാനത്തിലേക്കുള്ള, വിചാരം ചെയ്യാനുള്ള
ആ വഴി നമുക്ക് തുറന്നു കിട്ടുള്ളൂ. ശരിയല്ലേ? നമുക്കിപ്പോ മനസ്സിലാവുന്നില്ലേ? തത്വബോധം എന്നുള്ള പ്രകരണ ഗ്രന്ഥവും വിവേക ചൂടാമണി എന്ന പ്രകരണ ഗ്രന്ഥവും അതൊക്കെ നോക്കിയത് കൊണ്ടാണല്ലോ നമുക്ക് ഇപ്പൊ ഇത്രയും മനസ്സിലാവാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ നോക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ശിഷ്യൻ ഇങ്ങനെ ചോദിച്ചാൽ ഗുരു എങ്ങനെ മറുപടി പറയും എന്നും ഏത് ന്യായം ഉപയോഗിക്കും എന്നും ഈ രീതിയിൽ ചിന്തിക്കണം എന്നും കാണിച്ചു തരും ഇനിയുള്ള കാര്യങ്ങളിൽ. ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ ഗുരു എന്ത് മറുപടി പറയും, ആ മറുപടിയെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം, അത് ഗുരു ഏത് ന്യായത്തിൽ കൂടെയാണ് പറഞ്ഞു തരുന്നത്, ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കണം, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്ന് കാണിച്ചു തരും. അപ്പൊ അതായത് ഒരു തിങ്കിങ് പാറ്റേൺ അതാണ് പറഞ്ഞു തരുന്നത്. തിങ്കിങ് പാറ്റേൺ ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഡയറക്റ്റ് ആൻസർ അല്ല ഇവിടെ തരിക. ഓരോന്നിനും നീ ആര് എന്ന് ചോദിക്കുന്നതിന് ഒറ്റ വാക്കിന് മറുപടി അല്ല പറയുക. അതിനെ ചിന്തിച്ച് നീ ആര് എന്ന് സ്വയം മനസ്സിലാക്ക് എന്ന് പറഞ്ഞു തരും. അപ്പോ അവിടെ ചിന്ത, വീണ്ടും വീണ്ടും വിചാരം ചെയ്യലുണ്ടാവും. ഇപ്പൊ പറഞ്ഞത് ഒരു സാരാംശം മാത്രം. ഈ 4 കാര്യങ്ങളെ ഇനി വിശദമായിട്ട് ഒരുപാടല്ല, ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിച്ചു തരും. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഏതായാലും നമുക്ക് നല്ല ഒരു എന്താ പറയാ വഴി തുറന്നു തരുന്നു അപരോക്ഷ അനുഭൂതി എന്ന ഗ്രന്ഥം. ഭഗവാന്റെ ആ കാരുണ്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് വഴിയൊരുക്കി തരുന്ന സായി ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ക്ലാസ്സിന് തിങ്കളാഴ്ച ഇല്ല, പിന്നെ വെള്ളിയാഴ്ചയേ ഉള്ളൂ. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ.